അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് 22. മരിക്കുന്നതിന് മുമ്പ് മുക്തി നേടേണ്ട 3 കാര്യങ്ങൾ. അൻ സൗബാൻ മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൻ ഫാറഖ റൂഹു ജസദുൻ വഹുവ ബരീഉം മിൻ സലാസിൻ ദഖലൽ ജന്ന മിനൽ കിബ്രി വൽ ഗുലൂലി വദ്ദൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരുടെയെങ്കിലും ശരീരം വിട്ട് ആത്മാവ് പിരിയുമ്പോൾ മരിക്കുമ്പോൾ 3 കാര്യങ്ങളിൽ നിന്ന് അവൻ മുക്തനാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ 3 കാര്യങ്ങൾ: 1 അഹങ്കാരം, 2 വഞ്ചന അല്ലെങ്കിൽ പൊതുമുതൽ മോഷ്ടിക്കൽ, 3 കടം എന്നിവയാണിവ. ഈ ഹദീസ് ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് 3 സുപ്രധാന അറിയിപ്പുകൾ നൽകുന്നു. സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന വലിയ പരീക്ഷണങ്ങളാണ് ഇവ 3. 1 അഹങ്കാരം, അൽ കിബർ. സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമായി കാണലുമാണ് അഹങ്കാരം. താൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണെന്ന് തോന്നൽ ഇബ്ലീസിൻ്റെ സ്വഭാവമാണ്. ഒരാൾക്ക് അറിവോ സമ്പത്തോ സൗന്ദര്യമോ ഉള്ളതിനാൽ മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുന്നത് അഹങ്കാരമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ. ഹൃദയത്തിൽ അളവ് അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മറ്റൊരു ഹദീസിലും വന്നിട്ടുണ്ട്. 2 വഞ്ചന, പൊതുമുതൽ അപഹരിക്കൽ. യുദ്ധമുതലുകളിൽ നിന്നോ അല്ലെങ്കിൽ പൊതുസ്വത്തുക്കളിൽ നിന്നോ അന്യായമായി എടുക്കുന്നതിനെയാണ് ഗുലൂൽ എന്ന് പറയുന്നത്. ഇന്ന് ഇത് അഴിമതി, കൈക്കൂലി, സർക്കാർ സ്വത്തുക്കൾ നശിപ്പിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യുക എന്നതിനെയെല്ലാം ഉൾക്കൊള്ളുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സാധനങ്ങൾ അനുവാദമില്ലാതെ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നതിന് ഇതിൽപ്പെടാം. യുദ്ധമുഖത്ത് ഘോരഘോരം പോരാടി മരിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, അയാൾ ഷഹീദാണ്, അഥവാ അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പാണെന്ന്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അവരെ എല്ലാം ഞെട്ടിച്ചു. അദ്ദേഹം നരകത്തിലാണ്, കാരണം അയാൾക്ക് അർഹതപ്പെടാത്ത പൊതുമുതലിൽപ്പെട്ട ഒരു പുതപ്പ് കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. 3 കടം. മനുഷ്യർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണിത്. ഒരാൾക്ക് വീട്ടാൻ ഉദ്ദേശമില്ലാതെ കടം വാങ്ങുന്നതും വീട്ടാൻ കഴിവുണ്ടായിട്ടും മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നതും വലിയ പാപമാണ്. ഒരാളിൽ നിന്ന് പണം കടം വാങ്ങിയിട്ട് അത് തിരിച്ചു നൽകാതെ ആഡംബര ജീവിതം നയിക്കുന്നതും കടം നൽകിയവനെ കഷ്ടപ്പെടുത്തുന്നവനും സ്വർഗപ്രവേശനത്തിന് തടസ്സമാകും. രക്തസാക്ഷിക്ക് പോലും കടം പൊറുക്കപ്പെടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കടം വീട്ടാൻ വഴിയില്ലാതെ മരിച്ചുപോയ ഒരാളുടെ ബാധ്യതകൾ മറ്റുള്ളവർ ഏറ്റെടുക്കുന്നതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിക്കാൻ മടിച്ചിരുന്നു. കടം വീട്ടുമ്പോൾ ഏറ്റവും നന്നായി മാന്യമായി വീട്ടുന്നതിനെ പ്രവാചകൻ പുകഴ്ത്തി. കടം വാങ്ങിയ ഒട്ടകത്തെക്കാൾ മുന്തിയ ഒട്ടകത്തെ തിരിച്ചു കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി. ജനങ്ങളിൽ ഉത്തമൻ കടം വീട്ടുമ്പോൾ ഏറ്റവും നല്ല നിലയിൽ വീട്ടുന്നവനാണ്. ഈ ഹദീസിലെ ഗുണപാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നാം മരിക്കുമ്പോൾ ആർക്കും നമ്മോട് പരാതിയില്ലാത്ത വിധം ബാധ്യതകൾ തീർത്തു വേണം മരിക്കാൻ. അഹങ്കാരം വെടിഞ്ഞ് വിനയമുള്ളവരാവണം. പൊതുമുതലോ മറ്റുള്ളവരുടെ സ്വത്തോ അന്യായമായി കൈക്കലാക്കാതിരിക്കുക. മരിക്കുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടുകയോ കടം എഴുതി വെക്കുകയോ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ കടം വാങ്ങാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ആ 3 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.